ഇവിടെ വയസ്സായ ഒരാൾ സബ്വേയിലൂടെ ഒറ്റയ്ക്ക് വരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് ഒരു ഭിക്ഷക്കാരൻ അദ്ദേഹത്തോട് കാശ് ചോദിക്കുന്നു. അദ്ദേഹം പേഴ്സിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവനൊരു ഭിക്ഷക്കാരനല്ല, ഒറ്റയ്ക്ക് വരുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കുന്നതാണ് ഇവന്റെ ജോലി. ഇവൻ അദ്ദേഹത്തിന്റെ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗുളിക ടിൻ തറയിൽ വീഴുന്നു. ആ കാശ് വേണമെങ്കിൽ നീ എടുത്തോ, പക്ഷെ ആ ഗുളിക ഒന്നും ചെയ്യരുതെന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിന് എപ്പോഴൊക്കെ നെഞ്ചുവേദന വന്നാലും ആ ഗുളിക കഴിച്ചാൽ മാത്രമേ നോർമൽ ആവൂ. അത് കേട്ടിട്ടും ഇവൻ ഒട്ടും ദയയില്ലാതെ ആ ഗുളിക ടിൻ ചവിട്ടി നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. വേറെ വഴിയില്ലാതെ അദ്ദേഹം ആ പൊട്ടിയ ഗുളിക എടുത്തു വെക്കുന്നു. അതിനുശേഷം മക്കൾക്ക് കോൾ ചെയ്ത് ഇവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഹെൽപ്പ് ചോദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരാരും കോൾ അറ്റൻഡ് ചെയ്തില്ല. അത് വോയിസ് മെയിൽ ആവുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ മക്കൾ കുറെ വർഷമായി ബിസി ആയിരിക്കുന്നത് കൊണ്ട് നാട്ടിലേക്ക് പോലും വരാതിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ കാണാനായി ഇദ്ദേഹം ഇവിടേക്ക് വരുന്നു. പക്ഷെ അപ്പോഴും അവർ ബിസിയാണെന്ന് പറഞ്ഞ് നന്നായി സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ പറഞ്ഞയക്കുന്നു. കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും മക്കളോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ അദ്ദേഹം നാട്ടിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ ഗുളിക തീർന്ന് ഫ്ലൈറ്റിൽ ബോധം കെട്ടു വീഴുന്നു.